ചുരുക്കം വിവരണം മാത്രം ഞാൻ നൽകുന്നത്. അറിവിൻ്റെ ഉറവിടം, അറിവിൻ്റെ സ്വഭാവം, അറിവിൻ്റെ ലിമിറ്റേഷൻ, അതിനെത്ര പരിധിയുണ്ട്, അതിൻ്റെ സാധുത എന്ത്, അതിൻ്റെ ആധികാരികത എങ്ങനെ, നമ്മളൊരു സംഗതി അറിഞ്ഞു കഴിഞ്ഞാൽ അത് അറിവാണെന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിക്കാം, ഒരു മനുഷ്യന് എത്രമാത്രം അറിയാം എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായ ചർച്ചകൾ അഖീദയുടെ കിതാബുകളിൽ ദൈവശാസ്ത്രം, ഇസ്ലാമിൻ്റെ ദൈവശാസ്ത്രം ചർച്ച ചെയ്യുന്ന കിതാബുകൾ വളരെ വിശദമായി ചർച്ച ചെയ്തതായി കാണാൻ സാധിക്കും. മാത്രമല്ല ഈ ഗസാലി ഇമാമിന് ശേഷമുള്ള ഫിലോസഫിയും തിയോളജിയും, ഇൽമുൽ കലാമും ഫൽസഫയും ഒരുമിച്ച് കൂടിയതിനു ശേഷമുള്ള കാലത്തെ കിതാബുകളിൽ, പ്രത്യേകിച്ചും ഇമാം അറുദ്ദീൻ ഈജിയുടെ മവാഖിഫിലൊക്കെ ഈ മബാദി ഉൽ ആമ്മ, ജനറൽ ഇൻട്രൊഡക്ഷൻസ് അല്ലെങ്കിൽ പ്രാരംഭ ചർച്ചകൾ എന്ന പേരിൽ ഇത്തരം ചർച്ചകളാണ് കൂടുതലായി വരുന്നത്. അഖീദ വളരെ കുറച്ചേ വരുന്നുള്ളൂ. അതിന് കാരണം തങ്ങൾ സംസാരിക്കുന്ന അഖീദ അത് ഇൽമായിരിക്കണമെന്നൊരു നിർബന്ധ ബുദ്ധി അഖീദ പണ്ഡിതന്മാർക്കുണ്ട്. ഇൽമി എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെ യാഥാർത്ഥ്യബോധത്തോടു കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഊഹങ്ങളല്ല, ഊഹത്തിന് ലന്ന് എന്നാണ് പറയുക. ഒരു വസ്തുവിനെ അതിൻ്റെ ഉറപ്പോടുകൂടി യാഥാർത്ഥ്യത്തോടുകൂടി മനസ്സിലാക്കുന്നതിനാണ് ഇൽമ് എന്ന് പറയാം. അപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന അഖീദയുടെ വിഷയങ്ങൾ ഇൽമായിരിക്കണം, ഉറപ്പുള്ള സംഗതികളായിരിക്കണം. ഈ ഉറപ്പുള്ള സംഗതികളിലേക്ക് എത്തുന്ന വഴിയും ഉറപ്പുള്ളതായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലന്ന് ഉപയോഗിച്ച് നമ്മൾ ഒരു സംഗതിൻ്റെ മെത്തഡോളജി രൂപീകരിക്കുകയും അതിൽ അതിനെ എത്താൻ നമ്മൾ ശ്രമിക്കുന്നത് ഇൽമാവുകയും ചെയ്യുക എന്നുള്ള ഒരിക്കലും ഉണ്ടാവില്ല. ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഊഹങ്ങൾ മാത്രമേ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൽമ് കൊണ്ടേ ഇൽമ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇൽമ് ചർച്ച ചെയ്യുമ്പോൾ അതിനെ ഇൽമ് എങ്ങനെയൊക്കെ നേടാം, ആ നേടുന്ന ഇൽമിൻ്റെ പരിധി എന്താണ്, അതിൻ്റെ ആധികാരികത എങ്ങനെ എന്നൊക്കെ വളരെ വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കാൻ കാരണം വിശുദ്ധ ഖുർആനാണ് സത്യത്തിൽ ഇങ്ങനെ കണിശമായ പാതകൾ സ്വീകരിക്കാൻ, ഇൽമിനെ സ്ഥിരപ്പെടുത്തുന്നിടത്ത് ഇത്തരം കണിശമായ ഒരു മെത്തഡോളജി സ്വീകരിക്കാൻ പണ്ഡിതന്മാരെ പ്രേരിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ കാണാം, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്കറിയാത്തതൊന്നും പറയാൻ പാടില്ല. ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു, ആരെങ്കിലും എന്ന് പറഞ്ഞാൽ അത് ഉറപ്പിക്കണം. എന്താണെന്ന് കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാവൂ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മൻ യഖുൽ അലയ്യ മാ ലം അഖുൽ ഫൽയതഅമ്മദ് മഖഅദഹു മിനന്നാർ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നുണ എന്നെക്കുറിച്ച് ആരും പറയരുതെന്ന്. അപ്പോൾ ഏതായാലും മനുഷ്യൻ്റെ സ്വഭാവം, മനുഷ്യൻ്റെ പ്രകൃതി അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇസ്ലാം ഇൽമിനെ സമീപിക്കുന്നത്. മനുഷ്യനെന്ന് പറയുന്നത് അവൻ റൂഹ്, അവൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ആലമുൽ അർവാഹിൽ നിന്ന് ലഭിക്കുന്ന റൂഹും, അഥവാ അല്ലെങ്കിൽ നമുക്ക് ജീവനെന്നോ ആത്മാവ് എന്നോ പറയാവുന്ന സോൾ എന്ന് പറയാവുന്ന റൂഹും, പിന്നെ നമ്മുടെ ഈ ശരീരവും, പിന്നെ മൃഗങ്ങൾക്ക് ഉള്ളതുപോലെ തന്നെയുള്ള മൃഗീയമായ സ്വഭാവങ്ങൾ, അൽ ഗരീസത്തു നഫ്സിയ, ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ പറയാം. ഇതെല്ലാം ഈ മൂന്ന് സംഗതികൾ കൂടുന്നതാണ് മനുഷ്യൻ. അപ്പോൾ നമ്മുടെ ശരീരവും നമുക്ക് ലഭിക്കുന്ന റൂഹും, പിന്നെ നമുക്ക് മൃഗങ്ങളെ പോലെ തന്നെയുള്ള ഈ ഗരീസ, ഇൻസ്റ്റിങ്ക്റ്റ്, ജന്മവാസന എന്നൊക്കെ പറയാം. ഈ ഗരീസത്താണ് ശരിക്കും മൃഗീയമായിട്ടുള്ള ഭക്ഷണം കഴിക്കൽ, വെള്ളം കുടിക്കൽ, ദാമ്പത്യ ലൈംഗിക സംഗതിയിൽ ഏർപ്പെടൽ, ദേഷ്യം വരും, ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. മനുഷ്യനെ ബുദ്ധി ഉപയോഗിച്ച് പുതിയ അറിവുകൾ കണ്ടെത്തലാണ് ശരിക്കും റൂഹ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. സത്യത്തിൽ യുക്തിവാദികൾ, ഇപ്പോൾ ഷുഐബ് പറഞ്ഞതുപോലെ ഞാൻ പറയുന്ന യുക്തിവാദികൾ ശരിക്കും അരിസ്റ്റോട്ടലിനെ പോലെയുള്ള അൺമൂവ്ഡ് മൂവറിനെ, ഈ ലോകത്തിനൊരു കാരണമുണ്ടാവണമെന്ന് സ്ഥിരപ്പെടുത്തുന്ന യുക്തിവാദികളല്ല, മറിച്ച് യുക്തി എന്നതിനെ ശരിക്ക് തങ്ങളുടെ ഇന്ദ്രിയങ്ങളിലേക്ക് അടിമപ്പെടുത്തിയിരിക്കുന്ന യുക്തിവാദികളെ കുറിച്ച്, അഥവാ ദൈവത്തെ അംഗീകരിക്കാത്ത നാസ്തികന്മാരായ യുക്തിവാദികൾ. അത്തരം യുക്തിവാദികൾ അവരുടെ പേരിൽ യുക്തി എന്ന് പറയുന്നുണ്ടെങ്കിലും ശരിക്കും അവർ യുക്തി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അള്ളാഹുവിനെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അവർ യുക്തി ഉപയോഗിക്കുന്നില്ല, മറിച്ച് അവരുടെ കണ്ണ്, കാത്, മൂക്ക് തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇത്തരം പഞ്ചേന്ദ്രിയങ്ങൾക്ക് കീഴിൽ അള്ളാഹു വരുന്നില്ല എന്നതിനാൽ അള്ളാഹു ഇല്ല എന്ന് പറയും. ഇത്തരം പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് തൊട്ടറിയാൻ, നമ്മുടെ റൂഹിനെ തൊട്ടറിയാൻ സാധിക്കുന്നില്ലെന്നതിനാൽ റൂഹില്ല എന്ന് പറയും. ഇത്തരം ശരിക്കും യുക്തിവാദികളല്ല, ശരിക്ക് അവർ സന്ദേഹവാദികളെന്നോ നമുക്ക് എന്താണ് പറയുക, അവരുടെ എംപിരിസിസ്റ്റുകൾ എന്നാണ് ശരിക്കും അവരെ കുറിച്ച് പറയേണ്ടത് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇസ്ലാമാണ് ശരിക്ക് യുക്തിയെ അതിൻ്റെ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും അറിവിൻ്റെ മുഴുവൻ സോഴ്സുകളെയും അതിൻ്റേതായ രൂപത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ രൂപത്തിൽ നമുക്ക് പറഞ്ഞാൽ, അഖീദയുടെ കിതാബുകളൊക്കെ തുടക്കത്തിൽ തന്നെ കാണാം, ഇൽമിൻ്റെ ഉത്ഭവ കേന്ദ്രങ്ങൾ 3 എണ്ണമാണ്. 1 അൽ ഹവാസുൽ ഖംസു, മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ. 2 അൽ അഖ്ലു സലീമു, ഋജുവായ ബുദ്ധി. 3-മതായിട്ട് അൽ ഖബറു സാദിഖു, സത്യസന്ധമായ വിവരണം. ഈ 3 കാര്യങ്ങളാണ് ശരിക്ക് അറിവിൻ്റെ സോഴ്സുകളായിട്ട്, ഉറവിടങ്ങളായിട്ട് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഓരോന്നിനും സ്ഥിരപ്പെടുത്താൻ ഓരോ രൂപങ്ങളുണ്ടാവാം.
എല്ലാം ഒരേ രൂപത്തിൽ തന്നെ സ്ഥിരപ്പെടുത്തണമെന്ന് പറയുമ്പോഴാണ് പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ഖബറു സാദിഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ വിവരണം. നമുക്ക് മുമ്പിലേക്ക് ഒരു ന്യൂസ്, ഒരു വാർത്ത എത്തുകയാണെന്ന് വെക്കുക. ആ വാർത്ത നമ്മളെങ്ങനെ സ്ഥിരീകരിക്കുക? കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നാളെയും മറ്റന്നാളും മഴയുണ്ടാകുമെന്ന് പറഞ്ഞാൽ നമ്മളത് സ്വീകരിക്കുന്നത്, നമ്മളത് കേൾക്കുന്നത് വാർത്താ മാധ്യമങ്ങളിലൂടെ, മീഡിയകളിലൊക്കെ നമുക്ക് ലഭിച്ചിട്ടുകൊണ്ടാണ്. അപ്പോൾ നമ്മളോട് ചെയ്യുന്നത്, നമുക്കും ആ വാർത്തയുടെ ഉറവിടത്തിൻ്റെ ഇടയിലുള്ള റിപ്പോർട്ടർമാർ അവർ റിപ്പോർട്ട് ചെയ്യുന്ന സത്യസന്ധമായ റിപ്പോർട്ടാണോ എന്ന് ഉറപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ഒരാൾ മാത്രം റിപ്പോർട്ട് സംഗതിയാണെങ്കിൽ ഇസ്ലാമിൻ്റെ ഹദീസിൻ്റെ ശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ ആഹാദി എന്നൊക്കെ പറയും. ഒറ്റ വ്യക്തികൾ റിപ്പോർട്ട് ചെയ്യുന്ന മുത്തവാത്തിറല്ലാത്ത റിപ്പോർട്ടുകൾ. ഇത്തരം റിപ്പോർട്ടുകൾക്ക് ഊഹത്തിൻ്റെ സ്ഥാനം, ലന്നി എന്നതിനെക്കുറിച്ച് പറയാം, അതിന് ഇൽമിൻ്റെ സ്ഥാനം ലഭിക്കുന്നില്ല. അപ്പോൾ ഏതായാലും നമുക്കിടയിലുള്ള ഒരു ഖബർ സ്വാദിഖ് ലഭിച്ചാൽ, അഥവാ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ, നമ്മളത് സ്ഥിരപ്പെടുത്തേണ്ടത് നമുക്കും അള്ളാഹുവിൻ്റെ റസൂലും ഇടയിലുള്ള ആ കൈമാറ്റ ശൃംഖല അത് സ്ഥിരപ്പെടുത്തുകയാണ്. ശരിക്ക് ഇസ്ലാമിക ചരിത്രം തന്നെ വികസിച്ചു വന്നത് ഈ ഒരു കൈമാറ്റ ശൃംഖല സനദിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. റിപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാരെക്കുറിച്ചും അവരുടെ സ്വഭാവത്തെക്കുറിച്ചും അവരുടെ സത്യസന്ധതയെക്കുറിച്ചും ഒക്കെ ഇസ്ലാം പണ്ഡിതന്മാർ വളരെ വിശദമായി ചർച്ച ചെയ്തത് തന്നെ ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊരിക്കലും വാട്സപ്പിലോ ഫേസ്ബുക്കിലോ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഷെയറുകൾ പോലെയല്ല. കാരണം നമ്മളൊരു വാട്സപ്പ് മെസ്സേജ് കിട്ടുമ്പോൾ അടുത്തയാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ സാധുത പരിഗണിക്കാതെയാണ്. ശരിക്കും ഇസ്ലാമിൻ്റെ ഈ ഷെയറിങ്ങിൻ്റെ മെത്തഡോളജി അത് കിടക്കുന്നത് ആ ഷെയർ ചെയ്യുന്ന വ്യക്തിയുടെ അദാലത്ത്, ആ വ്യക്തിയുടെ വിശ്വാസ്യത, ആ രക്തമാത്ര സത്യസന്ധനാണ് എന്നതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ്. ആ പരിഗണന വെച്ച് ലഭിച്ച് ആ പരിഗണനയിലൂടെ നമ്മൾ വളരെ ക്രിട്ടിക്കലി അത് സമീപിച്ചു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എത്രയോ സത്യമേ പറയാവൂ എന്നും ഒപ്പം തന്നെ ഇവരെല്ലാം കൂടി അസത്യം പറയില്ല എന്നും അത്രമാത്രം ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടിനാണ് മുത്തവാത്തിർ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ മുഴുവനായിട്ട് അത് മുത്തവാത്തിർ എന്ന നിലക്ക് സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ ഇതാണ് ഖബറു സ്വാദിഖിനെ കുറിച്ച് ഇസ്ലാം പറയുന്നത്. ഒന്നാമത്തെ, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വാർത്തകളോ മറ്റു ഉദ്ധരണികളോ ആണെങ്കിൽ ആ ഉദ്ധരണിയെ അതിൻ്റെ രൂപത്തിൽ സ്ഥിരപ്പെടുത്തുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ലഭിക്കുന്നത് അൽ അഖ്ലു സലീമു അല്ലെങ്കിൽ അൽ ഹവാസുൽ ഖംസു, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ബുദ്ധി, ഈ രണ്ടും എവിടെ പ്രയോഗിക്കണം? ഇത് പറയുന്നത് ഇൻ കുൻത നാഖിലൻ ഫസിഹ വ ഇൻ കുൻത മുദ്ദഇയൻ ഫദ്ദലീൽ. നമ്മുടെ റഷീദിയയിലൊക്കെ പറയുന്ന ഒരു ഇതാണ്, ഇൻ കുൻത നാഖിലൻ ഫസിഹ, നീ ഒരു സംഗതി റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഗതി സ്ഥിരീകരിക്കപ്പെടേണ്ടതായിരിക്കണം. അത് ഞാനിപ്പോൾ വിശദീകരിച്ചു. ഇൻ കുൻത മുദ്ദഇയൻ ഫദ്ദലീൽ, നീ വാദിക്കുകയാണെങ്കിലോ അതിനെ തെളിവ് കൊണ്ട് സ്ഥിരപ്പെടുത്തണം. അപ്പോൾ ഈ വാദമോ, ഈ വാദത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ട തെളിവിനും വ്യത്യാസമുണ്ടാവും. അപ്പോൾ ഇൻകുൻത മുദ്ദഇയൻ ഫദ്ദലീൽ, നമ്മൾ വാദിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാൻ പറ്റുന്ന, സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റേഷന് വിധേയമാക്കാൻ പറ്റുന്ന വിഷയങ്ങളാണെങ്കിൽ അത്തരം വിഷയങ്ങൾ നമ്മൾ മൈക്ക് കെട്ടി കുറേ പ്രസംഗിച്ചത് കൊണ്ട് കാര്യമില്ല, പരീക്ഷിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് തിളക്കുമെന്ന് പറഞ്ഞാൽ ഇവനിതിങ്ങനെ മൈക്കെട്ടി പ്രസംഗിക്കല്ല, കുറച്ച് ഇറങ്ങിച്ചെന്ന് ഒരു അടുപ്പിൽ തീ കൂട്ടിയിട്ട് അവന് തിളപ്പിച്ച് കാണിച്ചു കൊടുക്കണം. അവിടെ അതാണ് സ്ഥിരപ്പെടുന്നത്. ഇസ്ലാം അതിനെ അംഗീകരിക്കുന്നു. പരീക്ഷണം കൊണ്ട് സ്ഥിരപ്പെടുത്തേണ്ട സംഗതികളെ പരീക്ഷണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടുത്തണം. ഇനി അടുത്തതാണ് നമ്മുടെ വിഷയത്തിൻ്റെ പ്രാധാന്യത്തിലേക്ക് വരുന്നത്, അഖ്ലു സലീം ഉപയോഗിക്കേണ്ട സംഗതി. അഥവാ നമ്മളൊരു സംഗതി വാദിക്കുന്നു, ഈ വാദിക്കപ്പെടുന്ന സംഗതി അത് അദൃശ്യമായ കാര്യങ്ങളാണെങ്കിൽ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുകയോ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുകയോ നമുക്ക് തൊട്ടറിയാൻ പറ്റുകയോ ചെയ്യാത്ത അദൃശ്യമായ കാര്യങ്ങളാണെങ്കിലോ അവിടെ പരീക്ഷണത്തിനോ നമ്മുടെ സനത് സ്ഥിരപ്പെടുത്തലോ അല്ല പ്രധാനം. നമ്മൾ അതിന് യോജിക്കുന്ന രൂപത്തിൽ അതിനെ പ്രയോഗിക്കണം. അവിടെയാണ് ഞാൻ പറഞ്ഞ റൂഹിൻ്റെ നമുക്ക് ലഭിച്ച ബുദ്ധി, മറ്റു ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത ബുദ്ധിയുടെ ഉപയോഗം വരുന്നത്. ആ ബുദ്ധിയുടെ ഉപയോഗം വെച്ചിട്ടാണ് അഖീദയുടെ പണ്ഡിതന്മാർ ഇനിയുള്ള അള്ളാഹു ഉണ്ട് എന്ന സംഗതി സ്ഥിരപ്പെടുത്തുന്നത്. അപ്പോൾ അവരുപയോഗിക്കുന്ന അതിനുള്ള പ്രധാനപ്പെട്ട 2 മെത്തഡോളജികൾ, ഒന്ന് ഖാനൂനു തലാസും, മറ്റത് ഖിയാസ്, ഇങ്ങനെ 2 എണ്ണമാണ്. അപ്പോൾ നമ്മൾ വാദിക്കുന്ന സംഗതി ഗൈബിയാത്ത്, അദൃശ്യമായ കാര്യങ്ങളാണെങ്കിൽ ആ അദൃശ്യമായ കാര്യങ്ങൾ സ്ഥാപിക്കേണ്ടത് 2 രൂപത്തിലാണ്. ഒന്ന് ഖിയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുലനം ചെയ്യുക, ഈ കണ്ട് കാണപ്പെട്ട വസ്തുക്കളെ കാണാത്തതിലേക്ക് തുലനം ചെയ്യുക എന്ന് പറഞ്ഞ ഉദാഹരണം പറഞ്ഞാൽ, ഈ ലോകത്ത് ഉള്ള വസ്തുക്കൾ മുഴുവൻ, ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന മൈക്ക്, ഈ മൈക്ക് ഒരിക്കലും സ്വയം ഇങ്ങനെ ഉണ്ടാവാൻ പറ്റില്ല. ഇത് വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. ഈ പെണ്ണെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പെന്നിൻ്റെ ഓരോ സാധനങ്ങൾ, ഇവിടെ ഒരു നിബുണ്ട്, നിബിന് മുമ്പിൽ ഒരു ബാൾ പോയിൻ്റ് ഉണ്ട്, പിന്നെ ഇതിവിടെ വിവിധ രൂപത്തിലുള്ള ഫില്ലർ, അതിൻ്റെ സംഗതികളൊക്കെ ഉണ്ട്. പിന്നെ ഇത് അടക്കുമ്പോൾ ഒരു പ്രത്യേക രൂപത്തിലുള്ള രണ്ടിനും എന്ത് രൂപത്തിലുണ്ട്, അതിൻ്റെ ഫിറ്റിങ്ങിന് യോജിക്കുന്ന രൂപത്തിലാണ്. ഇതൊരിക്കലും സ്വയം ഉണ്ടാകാൻ പറ്റില്ല.
ഈ വസ്തു ഡിസൈൻ ചെയ്യപ്പെടണം. അല്ലെങ്കിൽ നമ്മൾ ക്ലോക്ക് എടുക്കുക, ഈ ക്ലോക്കിൻ്റെ കുറേ സംഗതികളുണ്ട് അതിൽ. ഒരു പെൻഡുലം, അതിൻ്റെ പ്ലാസ്റ്റിക് പ്രതലം, അതിൻ്റെ ചില്ല്, അതിന് പിന്നിലുള്ള ബാറ്ററി ഇടാനുള്ള പ്രത്യേകമായിട്ടൊരു സ്ഥലം, ബാറ്ററിയുടെ ചാർജ് കൈമാറ്റപ്പെടാനുള്ള ചക്രങ്ങൾ, ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. ഇവയെല്ലാം ഇവിടെ ഇട്ട് സ്വയം ഒരു സാധനമായി വരില്ല. നമ്മൾ ഏതാളും പറയും ആരാണ് ഈ ക്ലോക്ക് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ വീട് കണ്ടാൽ നമ്മൾ പറയും ആരാണ് വീടുണ്ടാക്കിയത്. അവർ ചോദിക്കുന്നത് അവയ്ക്കൊരിക്കലും സ്വയം ഉണ്ടാവാൻ കഴിയില്ല എന്ന് മനുഷ്യൻ്റെ യുക്തി കൊണ്ട് സ്ഥിരപ്പെടുന്നത് കൊണ്ടാണ്. ഇവർക്ക് സ്വയം ഉണ്ടാകാൻ പറ്റില്ല. വില്യം പെയ്ലി എന്ന ഒരു ക്രിസ്ത്യൻ തിയോളജിയൻ, അദ്ദേഹം വാച്ച് മേക്കർ തിയറി എന്ന അദ്ദേഹം പറയുന്നത്, ഒരു വാച്ച് കണ്ടാൽ നമ്മൾ ചോദിക്കുമല്ലോ ഈ വാച്ച് ആരുണ്ടാക്കിയത്. ഇങ്ങനെ ചോദിക്കുന്ന ഒരു മനുഷ്യൻ ഇതിനേക്കാൾ എത്രയോ ശക്തമായും ഭംഗിയോടുകൂടിയുമുള്ള ലോകം ഉണ്ടാക്കപ്പെട്ടതിനെക്കുറിച്ച് ഇതുണ്ടാക്കിയതാരും ചോദിക്കുന്നില്ല. ശരിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ യുക്തി കൊണ്ട് ചിന്തിക്കുന്നവരാണെങ്കിൽ, അഥവാ അവരുടെ കണ്ണുകൊണ്ട് കണ്ട യുക്തി എന്ന് പറഞ്ഞാൽ എംപിരിസം എന്ന് ഞാൻ പറഞ്ഞു, അവരുടെ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഈ സംഗതികൾ വിശ്വസിക്കുകയും അതെല്ലാത്തിനും നിരാകരിക്കുകയും ചെയ്യുന്നവരാണ് ശരിക്കുള്ളവരെങ്കിൽ അവർ ശരിക്ക് ഈ ദൈവമുണ്ടെന്ന് പറയുകയാണ് വേണ്ടത്. കാരണം ഈ വാച്ചിനൊരു ഡിസൈനർ വേണമെങ്കിൽ, ഈ പെന്നിനൊരു ഡിസൈനർ വേണമെങ്കിൽ, ഈ ബിൽഡിങ്ങിനൊരു ഡിസൈനർ വേണമെങ്കിൽ അതിനെ തുലനം ചെയ്യുക. ഇതിനെ കണ്ട് ഒരു അള്ളാഹുവിലേക്ക് തുലനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഖാനൂനു തലാസും എന്ന് പറഞ്ഞാൽ അത് പരസ്പരം ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അന്യോന്യം ബന്ധിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ചില വസ്തുക്കൾ അവയുടെ നെസസറി ക്വാളിറ്റികളായിട്ട് അവയ്ക്ക് നിർബന്ധ വിശേഷണങ്ങൾ ചിലതുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ ഗുണിതങ്ങളെല്ലാം എപ്പോഴും ഒറ്റ സംഖ്യയായിരിക്കും, രണ്ടിൻ്റെ ഗുണിതങ്ങൾ എപ്പോഴും ഇരട്ട സംഖ്യയായിരിക്കും. അതുപോലെയുള്ള കുറേ ഒന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ ഒരു പൂർണ്ണ ഭാഗം എപ്പോഴും അതിൻ്റെ ഭാഗങ്ങളെക്കാൾ വലുതായിരിക്കും. എന്ന് പറഞ്ഞാൽ എലിയാണോ വലുത്, എലിയുടെ വാലാണോ വലുത്? എലിയുടെ വാലിനേക്കാൾ എലിയാണ് വലുത്, കാരണം വാലും കൂടി അടങ്ങുന്നതാണ് എലി. അപ്പോൾ എലിയേക്കാൾ വലുത് എപ്പോഴും എലിയുടെ ഹോൾ, അതിൻ്റെ കുല്ലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരാൾ വാദിക്കുന്നു, അയാൾ വാദിച്ച അയാളുടെ വാദം എത്തിച്ചേരുന്നത് എലിയുടെ വാലാണ് വലുത് എന്നതിലേക്കാണെങ്കിൽ നമുക്ക് പറയാം ആ വാദം തെറ്റാണ്. കാരണം മനുഷ്യനൊക്കെ സെൽഫ് എവിഡൻറ്റ് ട്രൂത്താണ്. എല്ലാവർക്കും നഗ്നമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന, സ്വയം മനസ്സിലാക്കാൻ ജന്മസിദ്ധമായ ഇത് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി ലറൂരിയാണ് ഈ അൽ കുല്ലു ആലമു വൽ ജുസ്ഇ എന്നത്. അപ്പോൾ ഒരാളുടെ വാദം ചെന്നെത്തുന്നത് ഈ ഭാഗമാണ് ഹോളിനേക്കാൾ, മുഴുവനേക്കാൾ വലുത് എന്നെങ്കിൽ നമുക്ക് പറയാം ഈ വാദം തെറ്റാണ്. ഈ ഒരു മെത്തഡോളജി വെച്ചിട്ടാണ് ഇനി പറയുന്ന റുജ്ഹാനു ഷൈ ബിദൂനി മുറജ്ജിഹ്, തസൽസുല്, ദൗറ് എന്നീ 3 സംജ്ഞകളിലൂടെ അഖീദയുടെ പണ്ഡിതന്മാർ ലോകത്തിനൊരു അള്ളാഹു ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്നത്. അതിൻ്റെ ഒന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം. റുജ്ഹാനു ഷൈ ബിദൂനി മുറജ്ജിഹ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു അവസ്ഥയിൽ തുടർന്നു വന്നിരുന്ന ഒരു വസ്തു പുറമേ നിന്നുള്ള യാതൊരു സ്വാധീനവുമില്ലാതെ അത് സ്വയം അതിന് ഗതി മാറ്റി എന്ന് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ? ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മുമ്പിൽ ഒരു ത്രാസുണ്ട്. ഈ ത്രാസിൻ്റെ 2 ഭാഗങ്ങളും ഒരേ നിലയിൽ നിൽക്കുകയാണ്. അത് പുറമേ നിന്നുള്ള ഒരു കാറ്റിൻ്റെ ശക്തിയോ അല്ലെങ്കിൽ ഒന്നിലൊരു സാധനം വെക്കാതെയോ ഒന്നുമില്ലാതെ ഇവരൊരു ത്രാസ് സ്വയം പൊങ്ങുകയും മറ്റേ താഴുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ, ഒരാൾ പറയാണ് ഇന്ന് രാവിലെ ഞാൻ പോയപ്പോൾ ഈ പുഴ ഒരു കാറ്റിൻ്റെ ഗതിമാറ്റമില്ലാതെയോ അല്ലെങ്കിൽ വേലിയേറ്റമോ വേലിയിറക്കമോ ഇല്ലാതെയോ അപ്പുറത്തുള്ള താഴ്ച ഉണ്ടാക്കാതെയോ സ്വയം ഇന്ന് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഈ നദി തിരിച്ചൊഴുകാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒരാൾ വിശ്വസിക്കില്ല. പുറത്തുനിന്നൊരു സ്വാധീനമാണ്. ഒന്നിൽ കാറ്റടിച്ച് അതിനെ അങ്ങോട്ട് ഒഴുക്കണം, അല്ലെങ്കിൽ അതിൽ വേലിയേറ്റം വഴി അങ്ങോട്ട് പോകണം. അതൊന്നുമില്ലാതെ ഒരു ഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു പുറത്തുമേ നിന്നുള്ള യാതൊരു സ്വാധീനവുമില്ലാതെ സ്വയം മാറി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ലോകം ഉണ്ടായി, ഈ ലോകത്തിന് ഉണ്ടാക്കാൻ ഒരാൾ ആവശ്യവുമില്ല, സ്വയം അങ്ങ് ഉണ്ടായി എന്ന് പറയുന്നത് ശരിക്ക് ഈ ഒരു വാദത്തിൻ്റെ തനിയാവർത്തനമാണ്. അഥവാ അവർ പറയുന്നത് ഈ ലോകം ശരിക്ക് അനാദിയല്ല, ഇടയ്ക്ക് എന്നോ ഒരു പ്രത്യേക അവസ്ഥയിൽ ഉണ്ടായതാണ്. ഉണ്ടാക്കിയതോ ഉണ്ടാക്കേണ്ട ആൾ ആവശ്യമില്ല, അത് ഇല്ലായ്മയിൽ തുടർന്നൊരിക്കൽ പെട്ടെന്നൊരു ദിവസം ഉണ്മയിലേക്ക് വന്നു. അതങ്ങനെ വരാൻ പറ്റില്ല. കാരണം യുക്തിയെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇല്ലായ്മ അതിജയിച്ച് നിൽക്കുന്നൊരു വസ്തു, അദമ് ഗാലിബായിരുന്ന ഒരവസ്ഥയിലൊരു വസ്തു അതിൻ്റെ വുജൂദിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, ഉണ്മയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു അവസ്ഥ മാറ്റുന്ന പുറമെന്നുള്ളൊരു സ്വാധീനം വേണം. ഇത് തന്നെയാണ് ദൗറു തസൽസുൽ എന്നൊക്കെ പറഞ്ഞാൽ. ദൗറു എന്ന് പറഞ്ഞാൽ സൈക്ലിക് തിയറിയാണ്. കോഴിയാണോ കോഴിമുട്ടയാണോ എന്നുള്ള ആ ഒരു വാദത്തിൻ്റെ ഭാഗം. തസൽസുൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പുള്ള വസ്തുക്കൾ അത് അനാദിയായിട്ട് ഒന്ന് മറ്റൊന്നിൽ നിന്ന് രൂപത്തിൽ അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു എന്നൊക്കെയാണ് അവർ വാദിക്കുന്നത്. ഏതായാലും ഇതൊക്കെയാണ് ഖാനൂനു തലാസും എന്നതിന് കീഴിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും പാശ്ചാത്യ നിർമ്മത നാസ്തികന്മാരായ ചിന്തകന്മാരും ഇസ്ലാമിൻ്റെ ചിന്തകന്മാരും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യൻ്റെ പ്രകൃതിയെ മനസ്സിലാക്കി
മനുഷ്യൻ്റെ അറിവ് സമ്പാദിക്കാനുള്ള കഴിവുകളെ പൂർണ്ണമായി കണക്കിലെടുത്തുകൊണ്ട് അവൻ്റെ കണ്ണ് കാതുള്ള പഞ്ചേന്ദ്രിയങ്ങളെയും അവൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബുദ്ധിയെയും ഒപ്പം അവനക്ക് മറ്റു പല കഴിവുള്ള ഖബർ സ്വാദിഖിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സംഗതികൾ മുഴുവൻ എടുത്തുകൊണ്ടാണ് ഇസ്ലാം സമീപിക്കുന്നത്. അതേസമയം ഈ നിർമ്മതവാദികൾ ശരിക്കും അവരുടെ ഈ എംപിരിക്കൽ നോളജിനെ മാത്രം എടുക്കുകയും ഞങ്ങളാണ് ഫ്രീ തിങ്കേഴ്സ് എന്നും ഞങ്ങളാണ് യുക്തിവാദികളെന്നും പറഞ്ഞു നടക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഇവർക്ക് ഈ ഒരു പ്രശ്നം വരുന്നത് സയ്യിദ് ഹുസൈൻ നസ്രഖ് അദ്ദേഹത്തിൻ്റെ യങ് മുസ്ലിംസ് ഗൈഡ് ടു ദി മോഡേൺ വേൾഡ് എന്ന പുസ്തകത്തിന് പറയുന്നുണ്ട്. അവർ പ്രധാനമായി 2 മാർഗങ്ങളാണ് ഇതിന് സ്വീകരിക്കുക. ഒന്ന് റിഡക്ഷനിസം, മറ്റൊന്ന് ക്വാണ്ടിഫിക്കേഷൻ. ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അദൃശ്യമായ കാര്യങ്ങളെ മുഴുവൻ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ദൃശ്യമായ കാര്യങ്ങളിലേക്ക് ചുരുക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സോൾ എന്താണെന്ന് ചോദിച്ചാൽ, ആത്മാവ് എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും മനുഷ്യൻ്റെ സൈക്കി, മനുഷ്യൻ്റെ മനസ്സാണ് എന്ന് പറയും. അപ്പോൾ ദ റെഡ്യൂസ്ഡ് സോൾ ടു ദി സൈക്കി, റൂഹിനെ ആത്മാവിനെ അവർ മനസ്സിലേക്ക് ചുരുക്കി. ഇനി ആത്മാവ് എന്താ ചോദിച്ചവർ പറയും ആത്മാവ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സാധനമൊന്നുമില്ല, മറിച്ച് നമ്മളുടെ വ്യത്യസ്ത വികാരങ്ങളെ ബയോളജിക്കൽ ആക്ടിവിറ്റി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതുമൂലം സന്തോഷം ഉണ്ടാവും, ചിലപ്പോൾ സന്താപം ഉണ്ടാവും, ചിലപ്പം ദേഷ്യമുണ്ടാവും, ചിലപ്പം അങ്ങനെ പല വികാരങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ വികാരങ്ങളെ ചേർത്ത് പറയാവുന്ന ഒരു അവസ്ഥ മാത്രമാണ് ശരിക്കും സൈക്കി, മനസ്സുമില്ല. എന്നാൽ ബയോളജിക്കൽ ആക്ടിവിറ്റി എന്താ അവർ പറയും അത് മനുഷ്യൻ്റെ എന്താ പറയുക എനർജിയാണ്. അപ്പോൾ റൂഹ് എന്നത് വെറും എനർജിയായി ചുരുക്കപ്പെട്ടു. ഇത് തന്നെയാണ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ചെയ്തത്. അവർ പറയുന്നത് ഈ ലോകം മുഴുവൻ തെയിൽസൊക്കെ പറഞ്ഞത് വെള്ളത്തിൽ നിന്നുണ്ടായി എന്നാണ്. അപ്പോൾ വെള്ളത്തിലേക്ക് ലോകത്തെ മുഴുവൻ ചുരുക്കി. അതിനുശേഷം ഉള്ളത് പറഞ്ഞു വായുവിൽ നിന്നാണ്, എല്ലാത്തിനും വായുവിലേക്ക് ചുരുക്കി. അതിനുശേഷം ആൾ ഫയർ പറഞ്ഞു തീയാണ്, തീയിലേക്ക് ചുരുക്കി. എംപിഡോക്സ് പറഞ്ഞത് ഈ 4 കൂടിയ വസ്തുക്കൾ, മണ്ണ്, കാറ്റ്, തീ, വെള്ളം, ഈ 4 കൂടിയാണ് ലോകം മുഴുവൻ ഉണ്ടായത്. അപ്പോൾ അവർ പറയും ഈ ലോകം ഈ 4 വസ്തുക്കൾ ഒരു പ്രത്യേക രൂപത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ മനുഷ്യനെന്ന ആൾ ഉണ്ടായി എന്ന് പറയും. ഇനി ഈ 4 എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ മനുഷ്യനുള്ളതായി മാറും, അത് വേറൊന്നായി മാറും, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അപ്പോഴും ഈ ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് ജീവൻ എങ്ങനെ തുടിച്ചു വന്നു എന്നവർക്ക് മറുപടിയില്ല. കാരണം വെറും പരിണാമത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ സാന്നിധ്യമില്ലാതെ സ്വയം ജീവൻ ഉണ്ടായതാണെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യന് ജീവൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല? പ്രകൃതിക്ക് സ്വയം ഒരു ബുദ്ധിയൊന്നുമില്ലാത്ത പ്രകൃതിക്ക് ജീവൻ എന്ന തുടിപ്പുണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഇത്രയും ബുദ്ധിമാനായ മനുഷ്യൻ എന്തുകൊണ്ട് ജീവൻ്റെ തുടിപ്പുണ്ടാക്കാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യത്തിനുള്ള അർത്ഥമുണ്ട്. മാത്രമല്ല ഈ ലോകം മുഴുവൻ ഒരു പ്രത്യേക ഒരു അണുവിൽ നിന്നുണ്ടായി എന്ന് പറയും. എംപിരിസിസ്റ്റുകളായി ഇവർ ഈ അണുവ കണ്ടിട്ടില്ലല്ലോ, കാണാത്ത അണുവിനെ എങ്ങനെ സ്ഥിരപ്പെടുത്തുക എന്നൊരു ചോദ്യം അതിന് അവർക്ക് മുമ്പിലുണ്ട്. അടുത്തൊന്നുള്ളത് റിഡക്ഷനിസാണ്. ക്വാണ്ടിഫിക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞത് ക്വാണ്ടിഫിക്കേഷനാണ്. റിഡക്ഷനിസം, ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള വസ്തുക്കളെ മുഴുവൻ അളക്കാവുന്ന രൂപത്തിലേക്ക് മാറ്റുക. ഗലീലിയോ ആണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു തുടക്കക്കാരൻ. അദ്ദേഹം പറയുന്നത് വസ്തുക്കൾക്ക് പ്രൈമറി ക്വാളിറ്റികളുണ്ട്, സെക്കൻഡറി ക്വാളിറ്റികളുണ്ട്. ഈ പ്രാഥമികമായ ക്വാളിറ്റി, ഈ ക്വാളിറ്റിയാണ് ശരിക്കും അവർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റിൻ്റെ പറഞ്ഞാൽ അളക്കുക. ഈ ഇരിക്കുന്ന കസേര, അതിൻ്റെ ഒരു രൂപം, അതിൻ്റെ അളവ്, ഇതൊക്കെയാണ് ശരിക്കും ക്വാണ്ടിറ്റി, അളവിൽ വരിക. അതിൻ്റെ വസിന് എന്ന് പറയാം നമുക്ക്. അവർ പറയും ഈ വസിന്, ഈ ക്വാണ്ടിറ്റികളാണ് ശരിക്ക് ശാസ്ത്രത്തിൻ്റെ മേഖല. ക്വാണ്ടിറ്റി അല്ലാത്തത് ഞങ്ങൾ ഇടപെടുകയില്ല. ദേ ആർ അൺഇമ്പോർട്ടൻറ്റ്, അതൊന്നും പ്രാധാന്യം അർഹിക്കുന്നതല്ല. ഇനി സെക്കൻഡറി ക്വാളിറ്റികൾ എന്താ? സെക്കൻഡറി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിറം, അതിൻ്റെ വാസന, അതിൻ്റെ രുചി, ഇതൊക്കെ ഓരോ വ്യക്തിക്കനുസരിച്ച് മാറാം. അതുകൊണ്ട് ഇതൊന്നും ശാസ്ത്രം ഇടപെടുകയില്ല. ശാസ്ത്രം ഇടപെടുക ആ വസ്തുവിനെ കാണാവുന്ന രൂപത്തിൽ നമുക്ക് എന്തൊക്കെ പറ്റും, അഥവാ അതിൻ്റെ ഭാരം, അതിൻ്റെ രൂപം, ഇതേ നമ്മൾ ശാസ്ത്രം ഇടപെടുകയുള്ളൂ. മറ്റൊക്കെ അൺഇമ്പോർട്ടൻ്റ് ആണെന്ന രൂപത്തിൽ തള്ളിക്കളയും. ഇതന്നെയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോജിക്കൽ പോസിറ്റിവിസ്റ്റുകളും അവതരിപ്പിച്ചത്. ലോജിക്കൽ പോസിറ്റിവിസ്റ്റുകൾ പറയുന്നത് മനുഷ്യൻ്റെ എക്സ്പെരിമെൻറ്റേഷൻ വഴി തെളിയിക്കാൻ പറ്റുന്ന സംഗതികൾ കൺഫേം ചെയ്യാന്നവർ പറയാം. മനുഷ്യൻ്റെ എക്സ്പെരിമെൻറ്റേഷൻ വഴി തെളിയിക്കാൻ പറ്റുന്ന, പരീക്ഷണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ പറ്റുന്ന സംഗതികൾ മാത്രമേ ശരിയുള്ളൂ. അതല്ലാത്തൊക്കെ അത് തെറ്റാണോ ശരിയാണെന്നല്ല, മീനിങ്ലെസ്, അതൊക്കെ വ്യർത്ഥമാണ്, അർത്ഥമില്ലാത്തതാണെന്ന് പറയാം. അതനുസരിച്ച് അവർ ധാർമ്മികത, മൊറാലിറ്റി, അഖ്ലാഖ് അല്ലെങ്കിൽ എത്തിക്സ് തള്ളിക്കളഞ്ഞു. കാരണം എത്തിക്സ് നമുക്കൊരിക്കലും നമ്മുടെ പരീക്ഷണം കൊണ്ട് തെളിയിക്കാൻ പറ്റുന്നില്ല. മെറ്റാഫിസിക്സ്, അഭൗതികമായ കാര്യങ്ങളെയും ഗൈബിയാത്തിനെ അവർ തള്ളിക്കളഞ്ഞു. ഇതൊന്നും നമ്മുടെ എക്സ്പെരിമെൻറ്റേഷൻ ഒതുങ്ങാത്തത് കൊണ്ട് ഇതൊക്കെ തള്ളണം. മറിച്ച് അതിന് തെറ്റാണോ ശരിയാണോ എന്നല്ല, മീനിങ്ലെസ് ആണ്, ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ലാത്ത രൂപത്തിലേക്ക് അവർ മാറി. ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ ഒരു എഫക്റ്റാണ് ശരിക്ക് ഈ ഈ അദൃശ്യമായ കാര്യങ്ങളെ നിഷേധിക്കുന്ന രൂപത്തിലേക്കുള്ള ഇവരുടെ മാറ്റത്തിൻ്റെ കാരണം. ഇതിനൊക്കെയാണ് വിശുദ്ധ ഖുർആൻ എതിർക്കുന്നത്. മുഖ്ലിഖൂ മിൻ ഗൈരി ഷൈഇൻ അംഹുൽ ഖാലിഖൂൻ, അവർ സ്വയം സൃഷ്ടിച്ചു എന്നാണ് അവർ പറയുന്നത്. അല്ല, ഒന്നുമല്ലാത്ത നത്തിങ്നെസ്സിൽ നിന്ന് അവർ സ്വയം സൃഷ്ടിക്കപ്പെട്ടു എന്നാണോ പറയുന്നത്? ഇന്നല്ലദീന
യാ അയ്യുഹന്നാസ് ഉദ്രിബ മസലും ഫസ്തമിഊ ലഹ് ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഊ ലഹ്. നിങ്ങൾ ആരാധിക്കുന്നവർ അവരൊരുമിച്ച് കൂടിയാൽ തന്നെ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ അവരെ വെല്ലുവിളിക്കുന്നത്. അപ്പോൾ അതിന് ഇത്രമാത്രം സയൻസ് വികസിച്ച കാലത്ത്, രാവിലെ ഇവിടെ ഹുസൈൻ സാറൊക്കെ പറഞ്ഞതുപോലെ സയൻസൊക്കെ എത്രമാത്രം വികസിച്ച കാലത്ത് ലോകത്തിൻ്റെ സൃഷ്ടിപ്പും മനുഷ്യൻ്റെ ഓരോ അവയവത്തിൻ്റെയും ഉള്ളിലുള്ള അതിൻ്റെ കോംപ്ലക്സിറ്റി, ഒരു കണ്ണെടുത്ത് നോക്കിയാൽ പോലും അതിന് എത്രമാത്രം കോംപ്ലക്സാണ്. നമ്മുടെ ഒരു സെല്ല്, ഒരു ചെറിയ കോശം എടുത്തു നോക്കിയാൽ പോലും അത് നമുക്കുണ്ടാക്കാൻ പറ്റാത്ത വിധം സൂക്ഷ്മമായ അവസ്ഥയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ ഇന്ന് സയൻസ് കണ്ടെത്തിയിരിക്കുന്നു. ഇത്രമാത്രം സയൻസൊക്കെ വികസിച്ച കാലത്തും ഇങ്ങനെ ഇതിനേക്കാളൊക്കെ എത്രയോ 10 മടങ്ങ് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ലോകം സ്വയം ഉണ്ടായി എന്ന് വാദിക്കുന്നതിനേക്കാൾ വലിയ അയുക്തമായ വാദം ശരിക്കും വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.